ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പലതരത്തിലുള്ള എക്സാംസ് നടത്താറുണ്ട്. LP, UP, LDC, ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ നടത്താറുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള സയൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താപത്തെക്കുറിച്ചുള്ള പഠനം തെർമോഡൈനാമിക്സ്. താപത്തെക്കുറിച്ചുള്ള പഠനം തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ജലം ഐസായി മാറുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ്. ജലം ഐസായി മാറുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ്. തേർഡ് വൺ, ജലം തിളയ്ക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ്. ജലം തിളയ്ക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ്. സൂര്യനിൽ നിന്നും ചൂട് ഭൂമിയിലെത്തുന്നത് ഏത് രീതിയിലാണ്? വികിരണം. സൂര്യനിൽ നിന്നും ചൂട് ഭൂമിയിലെത്തുന്നത് ഏത് രീതിയിലാണ്? വികിരണം രീതിയിലാണ് ചൂട് ഭൂമിയിലെത്തുന്നത്. സൂര്യനിൽ നിന്നും ചൂട് ഭൂമിയിലെത്തുന്നത്. നെക്സ്റ്റ് വൺ, ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ ആണ്. വൈറ്റമിൻ എന്ന പേര് നിർദ്ദേശിച്ചത് കാസിമർ ഫങ്ക്. വൈറ്റമിൻ എന്ന പേര് നിർദ്ദേശിച്ചത് കാസിമർ ഫങ്ക്. വൈറ്റമിൻ എ സംഭരിക്കപ്പെടുന്നത് കരളിൽ. വൈറ്റമിൻ എ സംഭരിക്കപ്പെടുന്നത് കരളിലാണ്. നെക്സ്റ്റ് വൺ, ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. വൈറ്റമിൻ സി. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ എ സംഭരിക്കപ്പെടുന്നത് കരളിലാണ്. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. നെക്സ്റ്റ് വൺ, കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ. വൈറ്റമിൻ എ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. വൈറ്റമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. നെക്സ്റ്റ് വൺ, വൈറ്റമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. വൈറ്റമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. മനുഷ്യനിൽ കാണപ്പെടുന്ന ആകെ വൈറ്റമിൻ 13 മനുഷ്യനിൽ കാണപ്പെടുന്ന ആകെ വൈറ്റമിൻസ് 13. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് 9. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് 9. എല്ലാ തരത്തിലുള്ള ബി കോംപ്ലക്സും അതുപോലെ തന്നെ വൈറ്റമിൻ സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത് ബി കോംപ്ലക്സ് ആണ്. വൈറ്റമിൻ ബി and B complex and vitamin C. And then കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ A, D, E, K. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ A, D, E, K. ഇന്ന് നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്തത് കേരള PSC എല്ലാ എക്സാംസും നടത്താണെങ്കിലും സയൻസ് ഭാഗത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് വൈറ്റമിൻസിനെ കുറിച്ചാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. വൈറ്റമിൻസിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു പ്രാവശ്യം പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് അത് ഓർമ്മയിൽ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിരന്തരം അത് മാക്സിമം റിവിഷൻ ചെയ്യാനും കൂടി ശ്രമിക്കുക. താങ്ക് യു.